അല്ല അത് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും ഇങ്ങനെ ഞാൻ ഇപ്പോൾ അടഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ, CPM-ൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ സമീപിക്കാറുണ്ട്. ആ രീതിയിൽ DMF-കാരും സമീപിച്ചു. അത്തരത്തിൽ DMF-ലേക്ക് പോകുന്നതായിട്ടുള്ളൊരു ചർച്ചയൊന്നുമല്ല നടത്തിയത്. സമാന സ്വഭാവക്കാരാണ്, അതായത് പിന്നെ ജില്ലാ നേതൃത്വത്തോട് അടഞ്ഞു നിൽക്കുന്ന അവരും അടഞ്ഞു നിൽക്കുന്നു, ഞാനും അടഞ്ഞു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിച്ചു എന്നല്ലാതെ വേറൊരു കാര്യവും അതിലില്ല. അങ്ങനെയില്ല, അവർക്ക് ക്ഷണിക്കാനുള്ള പിന്നെ എല്ലാ ഇതും അവർക്കും ഉണ്ട്, പോകാതിരിക്കാനുള്ള എല്ലാതും എനിക്കും ഉണ്ട്. നിലവിൽ ഞാൻ യാതൊരുവിധ തീരുമാനവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ പത്രക്കാരെല്ലാവരും ഈ DMF-ലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊരു വിഷ്വലും ഇരിക്കുന്ന രീതിയിലുള്ള വിഷ്വലൊക്കെ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ എന്നോട് ആരും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു മാന്യത പോലും കാണിക്കാതെയാണ് അത്തരത്തിലുള്ളൊരു വിഷ്വൽ വിട്ടത്. ഇപ്പോൾ സ്വതന്ത്ര നിലപാടിൽ തുടരാൻ തന്നെയാണ് അന്നും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി ഇടപെടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേൾക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി അറിയണമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമല്ലേ, എന്താണ് നിലപാട്, നമുക്കത് മുൻകൂട്ടി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയില്ല, ഞാനെപ്പോഴും CPM-ൻ്റെ അനുഭാവിയായി നിൽക്കുന്ന ആളാണ്. CPM-ൻ്റെ മെമ്പർഷിപ്പെല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാലും ഞാൻ അനുഭാവിയായി നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ CPM എന്ന പാർട്ടിയിൽ നിന്ന് അതിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ പുറത്തു പോയിട്ടില്ല. പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ 30-35 കൊല്ലക്കാലത്തോളം ഏറ്റിയ പതാകയുള്ള അവരുടെ ആളുകൾ വന്ന് എന്നോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കണമല്ലോ. ആ സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള ഈ പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കാത്ത കാര്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, സംസ്ഥാന നേതൃത്വം എന്നെ കേൾക്കാം, ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിശ്വാസ്യത കൽപ്പിക്കണമല്ലോ. അത് ആ സമയത്ത് എടുക്കേണ്ട തീരുമാനം ആ സമയത്ത് ആ നിലപാട് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ വിശ്വാസമുള്ള ആളുകളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കേൾക്കും എന്നുള്ളത്. ആ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. താങ്കളെ പിന്തുണച്ച് രാജിവെച്ചവരെ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവർ വിമത കൂട്ടായ്മയായിട്ട് ചേരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതുമായിട്ട് എനിക്കൊന്നും പറയാനില്ല, അത് അവർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറയാത്ത കാര്യം പറയില്ല. തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെയാണ്, അവരെൻ്റെ കൂടെയുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും അതെനിക്കറിവില്ല. അത്ര അതെ, തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രയാസം അതാണല്ലോ. ഒരു ഔദാര്യത്തിൽ ഈ പാർട്ടിയിൽ നിൽക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ പിൻവാങ്ങി എന്നുള്ളത്. ആ ഔദാര്യത്തെക്കുറിച്ച് തന്നെയായിരിക്കും ചർച്ച ചെയ്യുക.